BMC ന്യൂസ് ലൈവ് ഫ്രം കൊച്ചി മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ് പവർഡ് ബൈ ഹീൽ ലൈഫ് തോട്ടക്കാട്ടുകര നസ്രത്ത് വില്ലാസ് ആൻഡ് BMC പ്രൊഡക്ഷൻ അങ്കമാലി. നമസ്കാരം, BMC റേഡിയോ മലയാളം വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ധനുകൃഷ്ണ. കൊച്ചി വിമാനത്താവളത്തിലെ കരാർ ജീവനക്കാർ സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിൽ പ്രക്ഷോഭത്തിലേക്ക്. വിമാനത്താവളത്തിലെ വിവിധ കരാർ കമ്പനികളിൽ 90% ഇപ്പോഴും തൊഴിലാളികൾക്ക് നിയമപരമായി ലഭിക്കേണ്ട ആനുകൂല്യങ്ങളുടെ കാര്യത്തിൽ കോടിക്കണക്കിന് രൂപയുടെ തട്ടിപ്പാണ് നടത്തുന്നതെന്ന് CITU INTUC യൂണിയനുകൾ ആരോപിച്ചു. വിമാനത്താവളത്തിലെ 4 പ്രധാന കരാർ കമ്പനികൾ മാത്രം കഴിഞ്ഞ 3 വർഷത്തെ കരാറുകളിൽ 10 കോടിയിലധികം രൂപയുടെ തട്ടിപ്പ് നടത്തിയിട്ടുണ്ടെന്നും യൂണിയനുകൾ ആരോപിച്ചു. തൊഴിൽ വകുപ്പ് ഉദ്യോഗസ്ഥർ പ്രശ്നം പരിഹരിക്കണമെന്ന് കമ്പനികൾക്ക് നിർദ്ദേശം നൽകിയിട്ടും നടപടികൾ സ്വീകരിക്കാൻ കമ്പനികൾ തയ്യാറാകുന്നില്ല. ഈ സാഹചര്യത്തിൽ 4 കമ്പനികളുടെയും കഴിഞ്ഞ നാളുകളിലെ കരാർ രേഖകൾ സിയാൽ പരിശോധിച്ച് തൊഴിലാളികൾക്ക് ലഭിക്കാനുള്ള മുഴുവൻ തുകയും ലഭ്യമാക്കാൻ നടപടി സ്വീകരിക്കണമെന്ന് യൂണിയനുകൾ ആവശ്യപ്പെട്ടു. കരാർ കമ്പനികൾ നിയമം പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താനുള്ള ഉത്തരവാദിത്തം സിയാൽ ഏറ്റെടുക്കണം. പാലിക്കാത്ത കമ്പനികളെ കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തി പുറത്താക്കണം. തൊഴിൽ വകുപ്പും ഇക്കാര്യത്തിൽ കർശന നടപടികൾ സ്വീകരിക്കണം. ഈ ആവശ്യങ്ങൾ ഉന്നയിച്ച് 20 രാവിലെ 11 മുതൽ വിമാനത്താവള കവാടത്തിൽ പ്രതിഷേധ കൂട്ടധർണ നടത്തും. 21 രാവിലെ 6 മുതൽ 24 മണിക്കൂർ സൂചനാ പണിമുടക്ക് നടത്തുമെന്നും യൂണിയൻ ഭാരവാഹികളായ NC മോഹനൻ, തമ്പി പോൾ, S സുരേഷ്, ജിമോൻ കയ്യാല, KT കുഞ്ഞുമോൻ എന്നിവർ അറിയിച്ചു. കൊച്ചി വിമാനത്താവളത്തിലെ ഒരു മുൻ കരാർ കമ്പനി ജീവനക്കാർക്ക് നൽകാനുള്ള മിനിമം കൂലി അടക്കമുള്ള ആനുകൂല്യങ്ങൾ നിഷേധിച്ചതിനെതിരെ തൊഴിൽ വകുപ്പ് സ്വീകരിച്ച നടപടികൾ 6 ആഴ്ചയ്ക്കുള്ളിൽ പൂർത്തിയാക്കണമെന്നും മനുഷ്യാവകാശ കമ്മീഷൻ ഉത്തരവിട്ടു. കരാർ കമ്പനിയായ S&S ഏജൻസീസ് ഭക്ഷ്യസുരക്ഷാ വിഭാഗത്തിലെ കരാർ ഏറ്റെടുത്ത ശേഷം തൊഴിലാളികൾക്ക് മിനിമം കൂലി പോലും നൽകാതെ 14 മണിക്കൂർ ജോലി ചെയ്യിപ്പിച്ചു എന്ന പരാതിയിലാണ് അധ്യക്ഷൻ ജസ്റ്റിസ് അലക്സാണ്ടർ തോമസിന്റെ നടപടി. ഇത് സംബന്ധിച്ച് കമ്മീഷണർ ലേബർ കമ്മീഷണർക്ക് നൽകിയ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിൽ കണ്ടെത്തിയ നിയമലംഘനങ്ങൾ പരിഹരിച്ചതായും ജില്ലാ ലേബർ ഓഫീസർ കമ്മീഷനെ അറിയിച്ചു. നിലവിൽ കരാർ ഏറ്റെടുത്തിട്ടുള്ള ഇമാനുവൽ ഏവിയേഷൻ കാർഗോ സർവീസസ് എന്ന സ്ഥാപനം തൊഴിലാളികൾക്ക് മിനിമം വേതനം ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങളും അവധിയും നൽകുന്നതായി പരിശോധനയിൽ കണ്ടെത്തിയെന്നും ലേബർ ഓഫീസർ അറിയിച്ചു. 8 മണിക്കൂറിലധികം ജോലി എടുപ്പിക്കുന്നു എന്ന മുഖ്യ പരാതിയും പരിഹരിച്ചു. തൊഴിലാളികളുടെ ജോലി സമയം 3 ഷിഫ്റ്റായി ക്രമീകരിച്ചു. എന്നാൽ മുൻ ഏജൻസി ഇപ്പോഴും സിയാലിലെ കരാർ തുടരുന്ന സാഹചര്യത്തിൽ അവർക്കെതിരെ നിയമാനുസൃത നടപടികൾ സ്വീകരിക്കുമെന്നും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. സിയാൽ കോൺട്രാക്ട് എംപ്ലോയീസ് യൂണിയൻ ജനറൽ സെക്രട്ടറി തമ്പി പോൾ സമർപ്പിച്ച പരാതിയിലാണ് കമ്മീഷന്റെ നടപടി. മാലിന്യമുക്ത നവകേരളം ആശയവുമായി മരട് നഗരസഭ തയ്യാറാക്കിയ ഇൻസ്റ്റലേഷനുകൾ ശ്രദ്ധേയമാകുന്നു. കുണ്ടന്നൂർ ജംഗ്ഷനിൽ മേൽപ്പാലത്തിനോട് ചേർന്ന പൈപ്പിൽ നിന്ന് പ്ലാസ്റ്റിക് മാലിന്യം വരുന്ന ഇൻസ്റ്റലേഷനാണ്. പ്ലാസ്റ്റിക് ഉൾപ്പെടെ പാഴ്വസ്തുക്കളുടെ അമിത ഉപയോഗം ഭാവിയിൽ ശുദ്ധജലത്തിൽ പ്ലാസ്റ്റിക് അംശം കൂടുമെന്ന സന്ദേശമാണ് ഉദ്ദേശിക്കുന്നതെന്ന് നഗരസഭ അധ്യക്ഷൻ ആന്റണി ആശാൻ പറമ്പിൽ പറഞ്ഞു. നഗരസഭാങ്കണത്തിൽ ഒഴിഞ്ഞ പ്ലാസ്റ്റിക് ബോട്ടിലുകൾ കൊണ്ട് പത്തേമാരിയാണ് തയ്യാറാക്കിയിട്ടുള്ളത്. ഇൻസ്റ്റലേഷനുകൾക്ക് 15 അടിയിലേറെ ഉയരമുണ്ട്. പാതയോരത്ത് ഉപേക്ഷിച്ച പ്ലാസ്റ്റിക് ബോട്ടിലുകൾ ശേഖരിച്ച് നഗരസഭ ആരോഗ്യ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ കണ്ടിൻജൻസി ജീവനക്കാരാണ് തയ്യാറാക്കിയത്. ബോധവൽക്കരണ പോസ്റ്ററുകളും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നെടുമങ്ങാട് പഴയ പള്ളിപ്പാലം പൊളിച്ചു നീക്കുന്ന ജോലികൾ ഏതാണ്ട് പൂർത്തിയായി. പുഴയിലെ നീരൊഴുക്ക് തടസ്സപ്പെടുത്തിയിരുന്ന പാലം നീക്കം ചെയ്യണമെന്ന മത്സ്യത്തൊഴിലാളികളുടെയും ചെമ്മീൻകെട്ട് നടത്തിപ്പുകാരുടെയും ദീർഘകാലമായുള്ള ആവശ്യം കൂടിയാണ് ഇതോടെ നടപ്പായത്. പുതിയ പാലം തുറന്നുകൊടുത്ത് വർഷങ്ങൾ കഴിഞ്ഞതിനു ശേഷമാണ് പഴയ പാലം പൊളിച്ചു നീക്കിയത്. കൽക്കെട്ട് ഇടിഞ്ഞതിനു പുറമെ പഴയ പാലത്തിന്റെ പ്ലാറ്റ്ഫോമും ദുർബലാവസ്ഥയിലായതോടെയാണ് വർഷങ്ങൾക്ക് മുൻപ് പുതിയ പാലത്തിനായി ആവശ്യമുയരുന്നത്. ഇത് സംബന്ധിച്ച് നിരവധി വാർത്തകളും ഇതിനോടകം തന്നെ വന്നിരുന്നു. 100 മീറ്ററോളം വീതിയുള്ള പുഴയുടെ ഇരുകരകളെയും ബന്ധിപ്പിക്കുന്ന പാലത്തിന് ഒരു കാറിന് കടന്നു പോകാൻ കഴിയുന്ന വീതി മാത്രമാണ് ഉണ്ടായിരുന്നത്. പുഴയുടെ ഒഴുക്കിന് തടസ്സം സൃഷ്ടിക്കുന്ന തരത്തിൽ ഇരുവശത്തും പുറത്തേക്ക് കൽക്കെട്ട് നിർമ്മിച്ചാണ് പാലം നിർമ്മിച്ചിരുന്നത്. നീരൊഴുക്ക് തടസ്സപ്പെടുന്നത് സമീപത്തെ ചെമ്മീൻകെട്ട് നടത്തിപ്പുകാർക്കും ചീനവലക്കാർക്കും കർഷകർക്കും ബുദ്ധിമുട്ടാവുകയും ചെയ്തു. പത്രവാർത്തകൾക്കും നാട്ടുകാരുടെ മുറവിളികൾക്കും ഒടുവിലാണ് ഇവിടെ വീതിയേറിയ പുതിയ പാലം നിർമ്മിച്ചത്. ഇതിനുശേഷവും പുതിയ പാലം നിലനിർത്തിയത് ആക്ഷേപങ്ങൾക്ക് ഇടയാക്കിയിരുന്നു. കോവിഡാനന്തര കാലഘട്ടത്തിൽ ജീവിതശൈലി രോഗങ്ങളുള്ളവർക്ക് സന്തുലിതമായ ആരോഗ്യ പരിപാലനത്തിന് ആലവിക്കടുത്ത് തോട്ടക്കാട്ടുകര ജംഗ്ഷനിൽ ഹീൽ ലൈഫ് തുറന്ന പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഫിസിയോതെറാപ്പി, സൈക്കോളജി, ആയുർവേദ ചികിത്സകൾക്കായി 8089011772 ബന്ധപ്പെടാവുന്നതാണ്.
എറണാകുളം സർക്കാർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ 15 വയസ്സുകാരന്റെ തൊണ്ടയിൽ കുടുങ്ങിയ ഹാങ്ങർ ഹുക്ക് എൻഡോസ്കോപ്പി ശസ്ത്രക്രിയയിലൂടെ പുറത്തെടുത്തു. തിങ്കളാഴ്ച ആശുപത്രി അത്യാഹിത വിഭാഗത്തിൽ ചികിത്സയ്ക്കെത്തിയ ഭിന്നശേഷിക്കാരന്റെ ജീവനാണ് സങ്കീർണ ശസ്ത്രക്രിയയിലൂടെ ഡോക്ടർമാർ രക്ഷിച്ചത്. 2 ദിവസമായി കുടുങ്ങിയിരുന്ന ഹാങ്ങർ ഹുക്ക് 3 മണിക്കൂർ നീണ്ട ശസ്ത്രക്രിയയിലൂടെയാണ് പുറത്തെടുത്തത്. കുട്ടിയുടെ അന്നനാളത്തിൽ സാരമായ ക്ഷതം ഏൽപ്പിക്കുകയും ശ്വാസനാളത്തിൽ ഞെരുക്കമുണ്ടാവുന്ന നിലയിലും ഇരുന്ന ഹുക്ക് എൻഡോസ്കോപ്പിലൂടെ മെറ്റലും പ്ലാസ്റ്റിക്കും വെവ്വേറെയാക്കിയാണ് പുറത്തെടുത്തത്. ENT വിഭാഗം വകുപ്പ് മേധാവിയായ ഡോക്ടർ തുളസീധരനും അനസ്തീഷ്യ വിഭാഗം അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ രാജേഷും സ്റ്റാഫ് നഴ്സുമാരും ഉൾപ്പെടുന്ന ടീമാണ് എൻഡോസ്കോപ്പി ശസ്ത്രക്രിയയ്ക്ക് നേതൃത്വം നൽകിയത്. അപകടനില തരണം ചെയ്ത കുട്ടി നിലവിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ്. ഈ വാർത്തയോടുകൂടി BMC റേഡിയോ മലയാളം വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം. അങ്കമാലി പ്രദേശത്തെ കലാവിദ്യാർത്ഥികൾക്ക് സുവർണ അവസരം. ലോക പ്രശസ്ത കലാവിദ്യാലയമായ കൊച്ചിൻ കലാഭവന്റെ അങ്കമാലി ഫ്രാഞ്ചൈസി കരയാമ്പറമ്പിനടുത്ത് എളവൂർ കവലയിലുള്ള സ്പ്രിംഗ്ഫീൽഡ് കെട്ടിടത്തിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ക്ലാസിക്കൽ ഡാൻസ്, സിനിമാറ്റിക് ഡാൻസ്, കർണാട്ടിക് മ്യൂസിക്, സുംബ ഡാൻസ് എന്നീ വിഷയങ്ങളിൽ പ്രഗത്ഭരായ അധ്യാപകർ ക്ലാസുകൾ നയിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക 9995208614.